അങ്ങനെ വീണ്ടും മറ്റൊരു എപ്പിസോഡിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണ്. അപ്പോൾ എന്തായാലും കഴിഞ്ഞ എപ്പിസോഡിൻ്റെ കോൺടെസ്റ്റ് കഴിഞ്ഞു. അത് വിന്നർ അനൗൺസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ നോക്കിയാൽ മതി. അവിടെ വിന്നർ ആരാണെന്നും ആ വ്യക്തിക്ക് പറഞ്ഞിരുന്ന പ്രൈസ് പോർട്രേറ്റ് വരച്ചു കൊടുക്കുമെന്നായിരുന്നു. സോ അതും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഈ ആഴ്ചത്തെ കോൺടെസ്റ്റ് എന്താണെന്ന് അറിയാനായിട്ട് ഈ ആഴ്ചത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തായിരുന്നു? അപ്പോൾ ഈ ആഴ്ചത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ ആഴ്ചത്തെ പിന്നെയും മറന്നു. അപ്പോൾ ഇന്നത്തെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു, ഈ വീഡിയോ ഇഷ്ടപ്പെടാത്തവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് എൻ്റെ ഷോർട്സ് ഒക്കെ പോയി കാണുക. അത് കണ്ട് എൻ്റർടൈൻമെൻ്റ് ആയിട്ടിരിക്കുക. ഈ വീക്കിലെ കോൺടെസ്റ്റിൻ്റെ പ്രത്യേകത ആർക്ക് വേണമെങ്കിലും പങ്കെടുക്കാം, ആർക്ക് വേണമെങ്കിലും ജയിക്കാനുള്ള ചാൻസും ഉണ്ട്. കഴിഞ്ഞ തവണ ഏറ്റവും കൂടുതൽ കമൻറ്റിന് ലൈക്ക് കിട്ടുന്ന ആൾക്കാരായിരുന്നു പ്രൈസ് കൊടുത്തത്. ഇത്തവണ അങ്ങനെയല്ല. കമൻ്റ് ഇടുക, കമൻ്റ് ഇട്ട് ലൈക്ക് കിട്ടി 50 ലൈക്കോ 50 ലൈക്കിന് മുകളിലോട്ടോ കിട്ടുന്ന എല്ലാവർക്കും ഞാൻ പോർട്രേറ്റ് ഡ്രോയിങ് ഫ്രീ ആയിട്ട് വരച്ചു കൊടുക്കുന്നതാണ്. സോ 50 ലൈക്ക് കിട്ടുന്ന എല്ലാ കമൻറ്റുകൾക്കും ഞാൻ വരച്ചു കൊടുക്കുന്നു ഒരു ഫ്രീ പോർട്രേറ്റ് ഡ്രോയിങ്. ഒട്ടും വൈകിക്കുന്നില്ല. ഇന്നത്തെ ഒരു വിർച്വലൈസർ എപ്പിസോഡാണ്, കുറച്ച് ടെക്നോളജിക്കൽ എപ്പിസോഡാണ്. അതിലേക്ക് നമുക്ക് കിടക്കാം. 3, 2, 1. Dirty business. സോ ഇന്ന് നമ്മൾ ഷെയ്ഡിങ്ങിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുന്നത്. അപ്പോൾ ഈ ബേസിക് അറിയാണ്ട് നിങ്ങൾ ഏത് ട്യൂട്ടോറിയൽ കണ്ടാലും നിങ്ങൾക്ക് വരയ്ക്കാൻ പാടായിരിക്കും. അവർ വരച്ച് കിടിലായിട്ട് പോകും, നിങ്ങളവിടെ തേഞ്ഞിരിക്കും. അപ്പോൾ ഇത്തവണ നമുക്ക് ഷെയ്ഡിങ്ങിൻ്റെ ബേസിക് ആയിട്ട് കാണാനായിട്ട് ഞാൻ നിങ്ങൾക്കൊരു വിർച്വലൈസർ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അതായത് ഒരു ലൈറ്റ് ഒരു ബോഡിയിൽ ഫോൾ ചെയ്യുമ്പോൾ അവിടെ ഹൈലൈറ്റ് വരുന്നത് എങ്ങനെ, അവിടെ ഷാഡോ വരുന്നത് എങ്ങനെ നോക്കാം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ ഒരു സ്പിയറാണ് അതിലിരിക്കുന്നത്. സ്പിയർ 3D ഷേപ്പാണ്. സോ അതിലോട്ട് ഞാനൊരു ലൈറ്റ് കടത്തി വിടുന്നതാണ്. ഓക്കെ, ആ 3 ആരോസിലെ റെഡ് ഗ്രീൻ ബ്ലൂ, ഈ കാണുന്ന 3 ആരോസിൻ്റെ ആ പൊസിഷനിലാണ് ലൈറ്റ് ഇരിക്കുന്നത്. ഈ ലൈറ്റ് ഞാൻ ആ ഒബ്ജക്റ്റിലോട്ട് കടത്തി വിടുമ്പോൾ ആ കാണുന്ന ഹൈലൈറ്റ് കണ്ടോ, ആ ഹൈലൈറ്റാണ് ആ ബോഡിയിൽ ലൈറ്റ് വീഴുന്ന ഭാഗം. ആ ഭാഗത്ത് വെളിച്ചം കൂടുതലും അതിന് ചുറ്റിനും വെളിച്ചം കുറവുമാണ്. സിമ്പിൾ. ഇനി ആ ലൈറ്റ് ഞാൻ എങ്ങോട്ടേക്ക് മാറ്റുന്നു, അതിൻ്റെ പൊസിഷൻ ഞാൻ മാറ്റുന്നതിനനുസരിച്ച് ആ ഹൈലൈറ്റ് ഷിഫ്റ്റ് ചെയ്യും അല്ലേ. ആ ബ്രൈറ്റ് ഏരിയ ലൈറ്റ് കൊള്ളുന്നിടത്തോട്ട് പോകും, ബാക്കി സ്ഥലം ഡാർക്ക് ഏരിയ ആവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് കാര്യം, ഒരു ഒബ്ജക്റ്റിൽ ലൈറ്റ് ഫോളോ ചെയ്യുമ്പോൾ അവിടെ ഹൈലൈറ്റ് നല്ല തെളിച്ചമുള്ള സ്ഥലം, ബാക്കി ഏരിയാസ് ഡാർക്കർ ഏരിയാസ്. ഓക്കെ, ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, സ്പിയർ എന്ന് പറയുമ്പോൾ അതൊരു സ്പിയറാണ്, അതൊരു കേർവ്ഡ് സർഫസാണ് അതിനല്ലേ. അതുകൊണ്ട് ഒരു കേർവ്ഡ് സർഫസിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നതല്ല ഒരു പ്ലെയിൻ സർഫസിൽ ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നത്. ഇതൊക്കെ എന്തിനാണ് നമ്മൾ പഠിക്കുന്നത്, നമ്മൾ വരയ്ക്കാൻ പോവുകയാണ്. സോ നോക്കിക്കോ, നമ്മളൊരു പ്ലെയിൻ സർഫസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണ്. ഒരു സ്ക്വയർ പോലത്തെ ഒരു 3D റെക്റ്റാങ്കിൾ പോലത്തെ ഒരു ഷേപ്പ്. അപ്പോൾ ഈ സ്ക്വയറിലോട്ട് ഞാൻ ലൈറ്റ് കൊടുത്തപ്പോൾ നിങ്ങൾക്ക് കാണുന്നത് എന്താണ്, ആ സ്ക്വയറിൻ്റെ ഫ്ലാറ്റ് സർഫസ് നല്ല ബ്രൈറ്റായി, അതിൻ്റെ ബാക്കിലോട്ടുള്ള ഏരിയ, അതായത് ആ പ്രൊജക്ഷൻ 3D വരുന്ന ഭാഗം ഡാർക്കായി. ഇനി നിങ്ങൾക്ക് കുറച്ചുകൂടി ഹ്യൂമനൈസ് ചെയ്യാനായിട്ട് ഞാനൊരു പ്രതിമയെ കൊണ്ടുവരികയാണ്. 3D പ്രതിമ. അപ്പോൾ ഈ പ്രതിമയിലോട്ട് ഞാൻ ഇടതുവശത്തു നിന്ന് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ലൈറ്റ് അടിച്ച് കയറ്റുന്നത്. ലെഫ്റ്റ് സൈഡിൽ നിന്ന് ലൈറ്റ് അടിച്ച് കയറ്റിയപ്പോഴത്തേക്കും ആ പ്രതിമയുടെ ലെഫ്റ്റ് മൂക്കും ലെഫ്റ്റ് കണ്ണും ലെഫ്റ്റ് കവളും ലെഫ്റ്റ് ചുണ്ടും അതൊക്കെ എന്തായി, വൈറ്റ് കളർ അല്ലെങ്കിൽ നല്ല ഹൈലൈറ്റ് ആയിട്ടുണ്ട്. അതേസമയം ഓപ്പോസിറ്റ് സൈഡ് ഡാർക്കാണ്. ഇനി ഇത് സൂം ചെയ്ത് കാണാം. അപ്പോൾ ഇതൊക്കെ എന്തിനാണ് പഠിക്കുന്നതെന്ന് വെച്ചാൽ, ഇത് പഠിച്ചാൽ പ്രാക്ടിക്കലി നമ്മൾ ഒരു കാര്യം പഠിക്കുമ്പോൾ തിയററ്റിക്കലി നമുക്കത് മനസ്സിലാവും. ഒരു വ്യൂവറിൻ്റെ റിക്വസ്റ്റ് കാരണം ഞാൻ ഇന്ന് ഡ്രോയിങ് പെൻസിൽ യൂസ് ചെയ്ത് ഡ്രോയിങ് പറഞ്ഞു തരികയാണ്. ഷെയ്ഡിങ്ങിൻ്റെ കാര്യം അതിലോട്ട് പോകാം. ഈ കുഴലൊക്കെ അതിന് ഞാൻ സെറ്റാക്കി വെച്ചേക്കുവാണ്. അപ്പോൾ ഞാൻ സ്പിയർ വരച്ചു. ഈ സ്പിയർ വരച്ചു ജസ്റ്റ് എന്ത് ചെയ്യുന്നു, ഇവിടെയാണ് ലൈറ്റ് വീഴുന്നുണ്ടെങ്കിൽ ഈ ഭാഗത്തൊക്കെ ഡാർക്കർ ഏരിയാസ് ആയിരിക്കും. വൃത്തിയൊന്നും നോക്കണ്ട, ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു തരാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെ ഓടിത്തുള്ളി വരയ്ക്കുന്നത്. കണ്ടില്ലേ? അപ്പോൾ ആ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യാം, കുറച്ച് പേപ്പർ വൈറ്റ് വിട്ടതിന് ശേഷം ബാക്കി ഏരിയാസ് എന്ത് ചെയ്യും,
ഡാർക്കിങ് കളറ് കൊടുക്കും, ഡാർക്ക് കളർ കൊടുക്കും. അപ്പോൾ അതാണ് ഈ കാണുന്നത്. ജസ്റ്റ് വിരൽ വെച്ച് സ്മഡ്ജ് ചെയ്യുക. സ്മഡ്ജ് ചെയ്യാതെ മാക്സിമം വിരൽ വെച്ച് സ്മഡ്ജ് ചെയ്യാതിരിക്കാൻ നോക്കുക, കാരണം വിരലിൻ്റെ അറ്റത്തുള്ള ഓയിലെല്ലാം പേപ്പറിലാവും. ഇൻസ്റ്റെഡ് ഓഫ് ദാറ്റ് ഒരു ടിഷ്യൂ പേപ്പറോ കോട്ടണോ ഒക്കെ യൂസ് ചെയ്യുക. തൽക്കാലം ഫോർ ടൈം ബീങ് ഐ ആം യൂസിങ് ദ ഫിംഗർ. അരേ വാ ഓക്കെ. അപ്പോൾ കണ്ടല്ലോ. ഇനി ഈ ഭാഗത്ത് കുറച്ചുകൂടെ ഹൈലൈറ്റ് വേണമെന്ന് തോന്നിയാൽ നിങ്ങൾ എന്ത് ചെയ്യും, ആ ഇറൈസർ വെച്ചൊന്ന് ആ ഭാഗത്ത് മാറ്റി കൊടുക്കും. ഉണ്ടല്ലോ. അപ്പോൾ അവിടെ എന്തായി, ഹൈലൈറ്റായി. ഇപ്പോൾ നിങ്ങൾ കാണുന്ന ഒരു എന്തുവാ ലോറി ഇടിച്ച സ്പിയർ പോലത്തെ ഒരു സാധനമാണ്. സോ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫ്ലാറ്റ് സർഫസ് വരച്ചു. ഫ്ലാറ്റ് സർഫസ് എന്ന് പറയുമ്പോൾ ഒരു സ്ക്വയർ പോലത്തെ ഒരു സാധനം. അപ്പോൾ ഇതിനകത്തോട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു 3D ഷേപ്പാണ് ഞാൻ വരച്ചിരിക്കുന്നത്. സോ ലൈറ്റ് ഇവിടെ നിന്ന് ഫോളോ ചെയ്യുകയാണെന്ന് വെച്ചോ. ഓക്കെ, ലൈറ്റ് ഇതിലോട്ടാണ് വീഴുന്നത്, ഈ സർഫസിൽ. സോ ആ സർഫസ് വിൽ ബി ബ്രൈറ്റർ ആൻഡ് ദ അതർ തിങ്സ് വിൽ ബി ഡാർക്കർ. ഉണ്ടോ ആ ഭാഗം? പിന്നെ താഴെ ആയതുകൊണ്ട് ഇതിൻ്റെ സെയിം ഷെയ്ഡ് കൊടുക്കാതിരിക്കുക, കഴിവതും കുറച്ചൊന്ന് ലൈറ്റോ ഡാർക്കോ ആക്കി കൊടുക്കുക. ഞാൻ കുറച്ചുകൂടെ കട്ടിയുള്ള പെൻസിൽ യൂസ് ചെയ്തിട്ട് ഷെയ്ഡ് കൂട്ടുന്നു. ഉണ്ടല്ലോ, ഇതാണ് 2B പെൻസിലൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത. ഓക്കെ, ഇനി അതിൻ്റെ അറ്റത്ത് മാത്രമായിട്ട് അല്പം കൂടെ ഒന്ന് ഷെയ്ഡ് കൊടുത്തു കഴിഞ്ഞാൽ സംഭവം പൊളി. ഇനി എന്ത് ചെയ്യുക, ഇവിടെ ലൈറ്റ് വീഴുന്നുണ്ടെങ്കിലും അവിടെ ഷെയ്ഡ് വരത്തില്ല എന്ന് നിർബന്ധമൊന്നുമില്ല. വളരെ ലൈറ്റായിട്ടൊരു ഷെയ്ഡ് കൊടുക്കുക, സ്മഡ്ജ് ചെയ്ത് വിടുക, ഇറൈസർ എടുക്കുക, ആവശ്യമില്ലാത്ത സ്ഥലത്ത് മാച്ച് കൊടുക്കുക. അവിടെ നിങ്ങൾ ഹൈലൈറ്റ് കിട്ടി. കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക് ആയിട്ടുള്ള ഷെയ്ഡിങ്ങിലോട്ട് പോകുന്നത്. ഇനി നിങ്ങൾ കോമൺലി വരയ്ക്കാൻ ചാൻസ് ഉള്ള ഒരു സാധനത്തിലോട്ട് പോകും. സ്ഫിയറും റെക്റ്റാങ്കിളൊന്നും വരയ്ക്കത്തില്ലല്ലോ. അപ്പോൾ നമുക്കൊരു വീടിൻ്റെ ഒരു ഷെയ്ഡിങ് എങ്ങനെയാണെന്ന് നോക്കാം. സോ വീട് വരയ്ക്കുമ്പോൾ എപ്പോഴും സ്ട്രെയിറ്റ് ലൈൻ അല്ല ആവശ്യം. ഇതാണ് നമ്മൾ നോക്കുന്നത്. ഇവിടെ ഓക്കെ. ഈ വീട് വരയ്ക്കുന്നതിൻ്റെയൊക്കെ ട്യൂട്ടോറിയൽ എക്സ്ട്രാ ഡീപ്പായിട്ട് വേണമെങ്കിൽ പറഞ്ഞാൽ മതി. ആവശ്യക്കാർ വന്ന് കമൻറ്റിൽ പറയുക. ഞാൻ അതുപോലത്തെ ക്ലാസ് അടുത്ത തവണ എടുത്തു തരാം. ഇപ്പോൾ ആരും ഒന്നും പറയാത്തതുകൊണ്ടാണ് ഞാൻ എനിക്കിഷ്ടമുള്ളതൊക്കെ അങ്ങ് എടുക്കുന്നത്. ശരി. അപ്പോൾ വീട് വരച്ചു, വീടിൻ്റെ ഔട്ട്ലൈൻ വരച്ചു. ഇനി നമുക്ക് ഷെയ്ഡിങ്ങിലോട്ട് പോകാം. സപ്പോസ് നമ്മുടെ സണ്ണെന്ന് പറയുന്നത് ഇവിടെ ഇരിക്കുകയാണെന്ന് വിചാരിച്ചോ. അത് സണ്ണല്ല, സണ്ണിനെ കാണിക്കുന്ന ഒരു സാധനം. സണ്ണ് അവിടെ ഇരിക്കുകയെന്ന് വിചാരിച്ചോ. ലൈറ്റ് എങ്ങോട്ടാണ് വരുന്നത്, താഴോട്ടാണ് ലൈറ്റ് പോകുന്നത്. അപ്പോൾ വീടിൻ്റെ ഈ ഭാഗം കണ്ടില്ലേ, ഇത് ഹൈലൈറ്റ് ആയിരിക്കും. H4 ഹൈലൈറ്റ്. ഓക്കെ, വീടിൻ്റെ ഈ ഭാഗം ഡാർക്ക് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആ ഭാഗത്തെ സ്വാഭാവികമായിട്ടും ഡാർക്ക് ആക്കുക. ഓക്കെ, ആ ഭാഗം ഡാർക്കായി. ഇനി മേൽക്കൂര എന്ന് പറയുന്ന ഈ സംഭവം ഉണ്ടല്ലോ, ഇതിന് തൊട്ടിപ്പുറത്തായിട്ട് കുറച്ച് ഡാർക്കായിരിക്കും. കാരണം ഷെയ്ഡ് വരുന്ന ഭാഗമാണ് അവിടെ. നമ്മളൊരു മരത്തിന് താഴെ പോയി നിൽക്കുമ്പോൾ ആ മരത്തിന് ഷെയ്ഡ് ഉള്ളതുപോലെ മേൽക്കൂരയുടെ ഒരു കുറച്ച് ഷെയ്ഡ് വരുന്ന, വീടിന് ഷെയ്ഡ് കിട്ടുന്ന ഒരു ഭാഗമാണ് ഇവിടെ. ഇതെങ്ങനെ മനസ്സിലാക്കാം? നിങ്ങളൊരു വീടിൻ്റെ പടം എടുക്കുക. ആ പടം എടുത്തതിന് ശേഷം ആ വീടിൻ്റെ ഷെയ്ഡിങ് എവിടെയൊക്കെ വരുന്നതെന്ന് നിങ്ങൾ സ്വയം ഒബ്സർവ് ചെയ്യുക. ഓക്കെ, അവിടെ അത്രയും മതി. ഇനി മേൽക്കൂര ലൈറ്റ് വന്ന് ഡയറക്റ്റ് അടിക്കുന്ന ഭാഗമാണ്. സോ കഴിവതും അവിടെ ലൈറ്റ് ചെയ്യാതിരിക്കുക. ഇനി നമുക്കുള്ളത് ഈ ഭാഗങ്ങളാണ്. നമ്മുടെ ഓല അല്ലെങ്കിൽ പുൽക്കൂടല്ലല്ലോ, പുല്ല് മേഞ്ഞ ആ ഒരു റൂഫ്. അവിടെ എന്ത് ചെയ്യുക, അതിൻ്റെ അറ്റത്തായിരിക്കും അപ്പോൾ ഡാർക്കർ ഏരിയ വരുന്നത്. സോ ആ ഭാഗവും ഷെയ്ഡ് ചെയ്യുക. കുറച്ചുകൂടെ ഡാർക്ക് പെൻസിലെടുത്തു. ഇത് എത്ര B-യാ? 10B പെൻസിലാണ്. വീണ്ടും ഡോർ എപ്പോഴും നല്ല ഡാർക്കായിരിക്കണം കേട്ടോ. കാരണം വീടിൻ്റെ ഉൾവശം എന്ന് നമ്മൾ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ സൂര്യൻ്റെ വെളിച്ചം വീടിൻ്റെ അകത്തോട്ട് കയറുന്നത് വളരെ കുറവായിരിക്കും. അതുകൊണ്ട് നമ്മൾ തൽക്കാലം അങ്ങനെ കൊടുത്തു. ഇനി ഷെയ്ഡ് ഏറ്റവും കൂടുതൽ ഭാഗം ലൈറ്റ് ഇങ്ങനെ അടിക്കുകയാണ് അല്ലേ. അപ്പോൾ ഷെയ്ഡ് ഏറ്റവും കൂടുതൽ ഭാഗത്ത് വരുന്നത് ഇവിടെയാണ്. അപ്പോൾ വീടിൻ്റെ ഷെയ്ഡ് മൊത്തം തറയിൽ കാണുകയാണെങ്കിൽ അതിതാ ഈ വശത്തോട്ടായിരിക്കും അടിക്കുന്നത്. ഓക്കെ, ഇറൈസർ, ലാസ്റ്റ് സ്റ്റെപ്പ്, ഇറൈസർ എടുക്കുക. നല്ല ഷാർപ്പ് എഡ്ജ് എടുക്കുക. ഇതുപോലത്തെ ഷാർപ്പ് എഡ്ജ് എടുക്കുക. ലൈറ്റ് നിങ്ങൾക്ക് വേണം എന്ന് തോന്നുന്ന ഭാഗത്തൊക്കെ ഒന്ന് ഇറൈസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, വീടിൻ്റെ മേൽക്കൂര ഇരിപ്പുണ്ട്. മേൽക്കൂരയിൽ കുറച്ച് ആവശ്യമില്ലാത്ത ഷെയ്ഡ് കയറിയിട്ടുണ്ട്. സ്റ്റിൽ ഒന്ന് സ്മഡ്ജും കൂടെ ചെയ്താൽ അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ വീടാണ് നമ്മൾ ഷെയ്ഡിങ്ങിലൂടെ വരച്ച് പൂർത്തിയാക്കിയ വീട്.
അപ്പോൾ ഇനി ഒരു കാര്യം ഞാൻ പറയുന്നത്, ഒരു ഫോട്ടോ എടുത്താൽ നമ്മളൊരു വരയ്ക്കുന്ന സാധനം എടുത്തു കഴിഞ്ഞാൽ അവിടെ 3 കാര്യങ്ങൾ വേണം. ഒന്നാമത്തത് ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള ഏരിയ. ഓക്കെ, ഹൈലൈറ്റഡ് ഏരിയ, നല്ല ഡാർക്ക് ഷെയ്ഡ്സ് വരുന്ന കുറച്ച് ഏരിയകൾ. ഇതാണ്ട് ഇവിടെ ഉണ്ടോ, ഡാർക്കാണ്. പടം ഞാൻ വൃത്തിയേടാക്കുവാണ്, നിങ്ങൾക്ക് പഠിപ്പിച്ചു തരാൻ വേണ്ടി ഇത്രയും സാക്രിഫൈസ് ചെയ്യുകയാണ്. ഇത്തിരി നേരത്തെ വരച്ച പടത്തിൽ കൂടി ഞാൻ ഇപ്പോൾ കാക്ര ബുക്ര വരയ്ക്കുന്നുണ്ട്. സോ ഹൈലൈറ്റ് ചെയ്തു, ഡാർക്ക് ഏരിയ ചെയ്തു. ഇനി ഒരു ഭാഗമുണ്ട്, ഇതിൽ 2ലും വരാത്തൊരു ഭാഗം, മീഡിയം ഏരിയ. അവിടെയാണ് നമ്മുടെ ഇവർ വരുന്നത്. ഓക്കെ, അപ്പോൾ ഒരു ഹൈലൈറ്റ് പാർട്ട്, കുറച്ച് ഡാർക്ക് സ്പേസ്, കുറച്ച് മീഡിയം സ്പേസ്, ഇങ്ങനെ 3 ഭാഗങ്ങൾ ഒരു ഫോട്ടോയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ, ഒരു ഡ്രോയിങ്ങിനകത്ത് വന്നു കഴിഞ്ഞാൽ സൂപ്പറായിരിക്കും കാണാനൊക്കെ. ഓക്കെ, ഇനി എക്സ്ട്രാ നിങ്ങൾക്ക് എന്ത് ചേർക്കാം? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു HB 10B പെൻസിൽ യൂസ് ചെയ്ത് ഈ ഭാഗത്തൊക്കെ കാണുന്ന ഷെയ്ഡിങ് കണ്ടോ, ആ ഭാഗത്തൊക്കെ കാണുന്ന ഒരു എക്സ്ട്രാ ഇവിടെ കണ്ടോ, ഈ വക എക്സ്ട്രാ ഡാർക്ക് E4 എക്സ്ട്രാ D4 ഡാർക്ക് ഉണ്ടോ, എക്സ്ട്രാ ഡാർക്ക് ഏരിയാസുകളുണ്ട്. ഹൈലൈറ്റ് ഏരിയാസിനത് ഹൈലൈറ്റ്, അതിനകത്ത് ഹൈലൈറ്റിൽ എക്സ്ട്രാ ഹൈലൈറ്റ് കൊണ്ട് പറയണമെങ്കിൽ ഇറൈസർ എടുക്കുക, തേക്കുക, കളയുക. അപ്പോൾ ഇങ്ങനെയാണ് ബേസിക് ആയിട്ടുള്ള ഷെയ്ഡിങ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ കൂടുതൽ ആവശ്യമില്ലല്ലോ. പക്ഷേ മൂക്കിൽ കരിയായെന്ന് തോന്നുന്നു. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് ഷെയ്ഡിങ് കാര്യങ്ങൾ പഠിക്കുന്നത്. ഇനി നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് എന്നെ അറിയിക്കുക. എൻ്റെ വീഡിയോസ് എപ്പിസോഡ് കണ്ട് ബോറടിക്കുന്ന ആൾക്കാർ ദയവ് ചെയ്ത് എൻ്റെ ഷോർട്സ് പോയി കാണുക. അത്യാവശ്യം വെളുപ്പ് തമാശകളുള്ള ഷോർട്സാണ്, കഷ്ടപ്പെട്ടിടുന്നതാണ്, ആരെങ്കിലുമൊക്കെ പോയി കാണണം. അപ്പോൾ അത് കണ്ട് ഇഷ്ടപ്പെടുന്നവർ വീണ്ടും വീഡിയോ ഒന്ന് കാണുക. ബോറടിക്കുകയാണെങ്കിൽ പിന്നെ ഷോർട്സ് പോയി കാണുക. ഓക്കെ, അപ്പോൾ ഈ ആഴ്ചത്തെ കോൺടെസ്റ്റ് എന്ന് പറയുന്നത് ഇതാണ്. കമൻ്റ് ഇടുക, വെറും 50 ലൈക്ക് ആ കമൻറ്റിന് ഒപ്പിക്കുക. 50 ലൈക്ക് കിട്ടുന്ന എല്ലാവർക്കും എൻ്റെ വക ഫ്രീ പോർട്രേറ്റ് ഡ്രോയിങ്സ്. ഇനി വരാൻ പോകുന്ന എപ്പിസോഡുകളിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്ററായിട്ട് കുറച്ച് കാര്യങ്ങൾ ഞാനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെല്ലാം സാഫല്യമാകുമോ എന്ന് നോക്കാം. അതിന് നിങ്ങളുടെ സപ്പോർട്ട് എനിക്ക് വേണം. നിങ്ങൾ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഈ പറയുന്ന ഓരോ ഓഫേഴ്സ് നമുക്ക് കൂട്ടി വലിയൊരു സംഭവമാക്കി കൊണ്ടുപോകാം. എനിവേ, ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ്. വീണ്ടും കാണുന്നത് വരയ്ക്കും നമുക്ക് പഞ്ച് ഡയലോഗ് എന്തായിരുന്നു? പഞ്ച് ഡയലോഗ് വണക്കം വാഴുക. വേറെ തൂപ്പാടിളക്കി. എൻ്റെ പൊന്നോ, ഇതൊക്കെ ഇട്ടുകൊണ്ടിരിക്കുന്ന Narcotics is a dirty business.